ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. നമ്മളിന്ന് അമ്മൂമ്മയുടെ വീട്ടിൽ പോകട്ടോ. ഏട്ടൻ്റെ അമ്മൂമ്മയുടെ വീട് ഇവിടെ കൊണ്ടയൂരാണ് കേട്ടോ. ദേശമംഗലം കൊണ്ടയൂരാണ് വീട്. അപ്പോൾ ആമിക്ക് കാറിൽ പോകണ്ട, ബൈക്കിൽ പോകണം എന്നാണ് പറയണേ. പക്ഷേ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ബൈക്കിൽ പോകാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ നമുക്ക് കാറിൽ തന്നെ പോകണം. അങ്ങനെ നമ്മൾ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ മസാല ദോശ മേടിച്ച് തരണം. അങ്ങനെ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. കുറേ നാൾക്ക് ശേഷം കേട്ടോ മസാല ദോശ കഴിക്കണേ. അന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന ദിവസം നമ്മൾ മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത്ര ശരിക്കും കഴിക്കാനും പറ്റിയില്ല, അത്ര ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. നാട്ടിലത്തെ മസാല ദോശയുടെ അത്ര എത്തില്ല അവിടുത്തെ മസാല ദോശ. അങ്ങനെ മസാല ദോശ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുപോയിരുത്തി കേട്ടോ. ഇതാണ് അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള വഴി. എനിക്ക് വഴിയും ഈ സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ലാത്ത ആളാണ്. വഴികളൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അപ്പോൾ അമ്മൂമ്മയുടെ അവിടുത്തെ ആ വഴി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് എത്തിട്ടോ. ഇത് വല്യമ്മയുടെ വീടാണ് കേട്ടോ. ഏട്ടൻ്റെ വല്യമ്മയുടെ വീടാണ് ഈ താഴെ കാണുന്നത്. നമ്മുടെ തറവാട്ടിലേക്ക് കുറച്ച് പോവാനുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആദ്യം ഇവിടെ കയറി എല്ലാവരെയും കണ്ടിട്ട് അങ്ങോട്ട് പോകണുള്ളൂ കേട്ടോ. അവിടെ തറവാട്ടിൽ ഇപ്പോൾ ആരും താമസിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വല്യമ്മയുടെ അവിടെ കയറി അമ്മൂമ്മേനെ കണ്ടു, വല്യമ്മേനെ കണ്ടു. പിള്ളേരുണ്ടായിരുന്നു, പിന്നെ ഓപ്പോളുമാരുണ്ട്, അതായത് വല്യമ്മയുടെ മക്കൾ. അവരൊക്കെ പിന്നെ ജോലിക്ക് പോയ കാരണം അവരെയൊന്നും കാണാൻ പറ്റിയില്ല. കുട്ടികൾക്ക് പിന്നെ വെക്കേഷൻ കാരണം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആമി അവിടെ നല്ല കളിയിൽ അവിടെ എന്തോ ക്ലേയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് കളിച്ചോളും. ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവൾക്ക് വേറൊരാൾ കൂട്ട് വേണമെന്നൊന്നുമില്ല. അവൾ ഈ ക്ലേയും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പാനിയും ഒരു ബുക്കും അല്ലെങ്കിൽ കളർ പെൻസിൽസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ നല്ല കളിയിലാണ്. അപ്പോൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മൂമ്മയുടെ തറവാട്ടിലേക്ക് പോകാട്ടോ. അമ്മൂമ്മയുടെ ഏട്ടൻ്റെ അമ്മൂമ്മയുടെ തറവാട് അവരൊക്കെ താമസിച്ചിരുന്ന വീടാണത്. അത് പക്ഷെ ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. പുതിയതായിട്ട് പുതുക്കി. ഇപ്പോൾ കണ്ട എത്ര വർഷം പഴക്കമുണ്ട് എന്നൊന്നും പറയില്ല. കാരണം കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ തറവാട്. ഞാൻ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ.
ഇതിപ്പോൾ നല്ല ഒരു പുത്തൻ വീട്, അതായത് പഴയ മോഡലാണെങ്കിലും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. ശരിക്കൊരു പുതിയ വീട് പോലെ തന്നെയായി. ആ ഓടിൻ്റെ അത് പുറമേ നിന്ന് കാണുമ്പോൾ കേട്ടോ, അകത്ത് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് പഴയ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഓടിട്ടൊരു വീട്, ഒരു പുതിയ വീട് അങ്ങനെ തോന്നുന്നു. മുന്നേ എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി അവിടെ ഒരു തെങ്ങിൻ്റെ എന്തൊരു ഇരിപ്പിടം പോലെ ഇരിക്കാൻ പറ്റുന്ന ഇത് അവിടെ എന്തോ സ്ലാബും കൂടി ഇടാണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ടാർപ്പായ പോലെ ഇട്ടുകൊടുത്ത് അവിടെ വിറക് വരെയാണ് ഉണ്ടായിരുന്നത്. വിറക് വരെയല്ല, തൊഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അത് വിറക് വര പോലെ ആക്കി എന്തായിരുന്നു തോന്നുന്നു. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ഇവിടെ ആദ്യം വന്നപ്പോൾ അവിടെ അതിലൊക്കെ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന സിറ്റ് ഔട്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ടൈൽസ് ഒന്നും ആയിരുന്നില്ല, ചാന്ത ഉണ്ടായിരുന്നേ. ഇപ്പോൾ അതൊക്കെ മാറ്റി ടൈൽസ് ആക്കിയിട്ടുണ്ട്. ചുമരൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, പണ്ടത്തെ അതേപോലെ തന്നെയാണ്. കാരണം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചുമരാണ്. അത് പിന്നീട് തേച്ചു എന്നാണ് പറഞ്ഞത്. തേച്ചിട്ട് പിന്നെ പെയിൻ്റ് അടിച്ചു. ഇപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ റൂം ഞാൻ കണ്ടിട്ടുള്ളത് സ്വാമി മുറി പോലെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്ന് ആ ഷെൽഫൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഹോള് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇടനാഴിക എന്ന് പറയില്ലേ, ഈ ഡൈനിങ് ഹാള് പോലെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ അലമാരിയൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇട്ടേക്കാട്ടോ അവിടെ. പിന്നെ ആ ഇടനാഴികയിൽ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൂമുണ്ട്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ മുത്തശ്ശനും അവർക്കൊക്കെ വയ്യാതെ ആവുമ്പോൾ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നേ. ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഒരു ബെഡ്റൂം പോലെ ആക്കി. പിന്നെ ഇത് മേലേക്ക് പോകാനുള്ള കോണിട്ടോ. ഇതൊക്കെ മരത്തിൻ്റെ സൈസ് പണ്ടത്തെ മോഡലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി ഇരുമ്പിൻ്റെ അങ്ങനത്തെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പണികളൊന്നും ഫിനിഷിങ് ഒന്നും ആയിട്ടില്ല. കുറേ പണികൾ ഇനി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ മേലത്തെ റൂം. ഇവിടുത്തെ കട്ടിലിപ്പോൾ താഴത്തെ റൂമിലേക്ക് ഇട്ടേക്കാണ്. അതിൻ്റെ മേലേക്ക് കണ്ടോ, ആ തട്ടുകളൊക്കെ മാറ്റി പണ്ടത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ പട്ടിക അങ്ങനത്തെ കൃത്യം എനിക്കറിയില്ല പറയാൻ. പട്ടിക ഒക്കെ പുതിയതാക്കി. ഷോഡും കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അതൊക്കെ പണ്ടത്തെ ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും ഇരിക്കണം. പിന്നെ ഇടനാഴികയിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ആ സൈഡിൽ തന്നെ വേറൊരു റൂമും കൂടിയുണ്ട്. ഇതിവിടെയും കട്ടിലൊക്കെ നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. അത് കബോർഡാണ്. പിന്നെ ഇതേപോലെ ഒരു ഫാനാണുള്ളത്. പിന്നെ ഇടനാഴികയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചണാണ് കേട്ടോ. കിച്ചണൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഈ ഗ്യാസ് സ്റ്റവ് ഇരിക്കുന്നിടത്തൊക്കെ പണ്ടത്തെ അടുപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ഒക്കെ നല്ല ഈ സ്ലാബൊക്കെ വെച്ച് ടൈൽസൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറയെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പാത്രങ്ങൾ വെക്കാനും. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് കണ്ടോ, ഇവിടെ ഒരു നല്ലൊരു സ്റ്റോറേജ് പണ്ടത്തെയാണ് കേട്ടോ അത്. ചെറിയൊരു 3 കള്ളി സ്റ്റോറേജ്. പിന്നെ നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ വാതിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. 2 കീറ് വാതിലുണ്ടാവില്ലേ പണ്ടത്തെ, നമ്മളിങ്ങനെ അതിനെന്താ പറയുക അറിയില്ല, ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന സൈസ്. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ വീടുകളുണ്ടാവും അതുപോലത്തെ വാതിലൊക്കെ ആയിരുന്നു ഇവിടെ.
പിന്നെ പുറത്ത് ടോയ്ലറ്റ് ഇവിടെയാണ് കേട്ടോ, വടക്കുറത്ത് ഇവിടെയാണ് ടോയ്ലറ്റ്. അകത്തൊന്നും ടോയ്ലറ്റൊന്നുമില്ല. ഈ ടോയ്ലറ്റൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിതാണ് കേട്ടോ. അപ്പം മുന്നേ ഇവിടെ ഒന്നും ആയിരുന്നില്ല, പുറമേ ആയിരുന്നു ടോയ്ലറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വാഷ് ബേസിന് ഇവിടെ ഇതായിരുന്നു ഹോളിൽ ഇടനാഴികയിലുണ്ടായിരുന്ന വാഷ് ബേസിന്, അതിപ്പോൾ പുറത്തേക്കാക്കി. ആ കാണുന്നതാണ് ഇവിടുത്തെ ടാങ്ക്. പിന്നെ ഇതാ തിരുമണ കല്ല് ഒക്കെ ഇപ്പോൾ പുതിയത് പണിതാ. അടുപ്പ്, അകത്തെ അടുപ്പ് പുറത്തേക്ക് ഇവിടേക്ക് മാറ്റി. അപ്പോൾ ഇത്രയാണ് അകത്തെ കാഴ്ചകൾ കേട്ടോ. ഇനി നമ്മൾ പോണത് കുളത്തിൻ്റെ അവിടേക്കാട്ടോ. ഞാൻ വലിയ കാര്യത്തിലോടെ കേട്ടോ കുളത്തിൽ പോയിട്ട് കാല് കഴുകണം. നല്ല മീനുകളുണ്ട് കുളത്തിൽ, അപ്പോൾ ആമിക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ പോവാണ്. അവിടെ പോയപ്പോഴല്ലേ വെള്ളമൊക്കെ അടിഭാഗത്തെത്തി. നല്ലോണം വെള്ളം ഉണ്ടായിരുന്ന കുളം കേട്ടോ. ഇപ്പം ഇത്രയേ ഉള്ളൂ വെള്ളം. അപ്പോൾ ഇറങ്ങാനും ഒന്നിനും പറ്റിയില്ല. അങ്ങനെ ആ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ 12 ഫോട്ടോസ് എടുത്തു, വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ചെയ്യൂ. ഇതെന്ത് നമസ്കാരം, എന്താണ് പറയാ? എന്തല്ല സൂര്യ നമസ്കാരം എന്തോ കേട്ടുണ്ട്. കളിക്കൂ, 2 സ്റ്റെപ്പ് കളിക്കൂ. പാട്ട് പാടിയിട്ട് കളിക്കണം. ഏതിൻ്റെ ഒരു പാട്ട്? ഇപ്പൊ ഏത് പാട്ടിനെ പഠിക്കണ? അപ്പൊ കളിക്കാണ്ട് കളിക്കോ 2 സ്റ്റെപ്പ്. ചേച്ചി ഡാൻസ് കളിക്കണൊക്കെ അങ്ങോട്ട് നോക്കാം. മണി മതി മതി. ആ ചമ്മ ചീത്ത പറയൂട്ട്. അങ്ങോട്ട് പോരൂ, ഇങ്ങോട്ട് പോരൂ. മതി പൊട്ടിച്ചത്. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അതവര് അച്ഛമ്മ വണ്ടി എടുത്തിട്ട് എൻ്റെ ഇങ്ങോട്ട് പോരൂ. എവിടാ മീ റോസി? റോസി ഇവിടെ ഒങ്ങിയാ? അവിടെ കാണണ്ട, അവിടെ കാണണ്ട. ഫോണിലെല്ലാരും ടാറ്റ പറയൂ, ടാറ്റ പറയൂ മണി. ടാറ്റ ബൈ ബൈ പറയേ. ടാറ്റ ചേച്ചിമാർക്ക് ടാറ്റ കൊടുക്കൂ. ടാറ്റ. എടാ നോക്കണമെന്ന് ആരും നോക്കണ. ടാറ്റ. വരൂ. Come, come. Hello. അങ്ങനെ അവിടെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ ഒരു മേമ്മയുടെ വീട്ടിലും കൂടി പോകണം, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലും കൂടി പോകാനുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട് വരവൂരാണ്.
അങ്ങനെ ഞങ്ങൾ മേമ്മയുടെ അവിടെ എത്തിയിട്ടോ. മേമ്മയുടെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരുണ്ട്, പിന്നെ എന്തോ സൺസൈഡിൻ്റെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, പിന്നെ അപ്പുറത്തെന്തോ തിണ്ട് പണി എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. ഇപ്പോൾ ചായ പരിപാടി ഇല്ല കേട്ടോ, ഈ ചൂട് കാരണം വെള്ളം കുടിച്ച് പിന്നെ ചായ സ്വതവേ ഞാനും ഏട്ടനും അങ്ങനെ ചായ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളവിടെ ഫ്രിഡ്ജിൻ്റെ വെള്ളം കുടിച്ചു, പിന്നെ അതുപോലെ ചെറിയ തൊട്ട് സ്പ്രൈറ്റ് മേടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു. പിന്നെ ഇവിടെ പശുവും പിന്നെ കോഴി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കൃഷിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പശു അങ്ങനെ തൊഴുത്തിൻ്റെ ബാക്കിൽ പോയിട്ടിരിക്കണം. ഞങ്ങളൊന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ, നല്ല ചൂട് കാരണം. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്. ഇന്ന് ഇയാൾ പൂരാണ്, അപ്പോൾ ഇയാൾ പൂരത്തിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തീരെ വയ്യ. പിന്നെ ചൂടും കാരണം എങ്ങോട്ടും പോകാനും അവിടെ ചെന്ന് നിൽക്കാനാണെങ്കിൽ ആമീനെയും കൊണ്ട് അവിടെ എടുത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ പോണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടത്തെയും കൂടിയും കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പൂരം കാണാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം ഇനിയിപ്പോൾ പൂരങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പോയാലും ഇനിയിപ്പോൾ എന്താ പൂരം കാണാൻ വരാൻ പറ്റി അറിയില്ല. ആകെ കൂടിയുള്ളൊരു പൂരമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. അങ്ങനെ പൂരമൊക്കെ കുറച്ച് നേരം കണ്ടു കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ച് അവിടുന്ന് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ.